ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വമ്പൻ നീക്കങ്ങളുമായി നീങ്ങുകയാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ. ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് പദ്ധതികൾ ഒരുക്കുന്നത്. ആഷാദി ഏകാദശി പ്രമാണിച്ച് മഹാരാഷ്ട്ര സർക്കാർ വിദ്യാർത്ഥികൾക്കായി ഒരു പുതിയ പദ്ധതി അവതരിപ്പിച്ചിരിക്കുകയാണ്. ഡെഡ്ലാഭ യോജന എന്ന് പേരിട്ടിരിക്കുന്ന ഈ സംരംഭം 12ാം ക്ലാസ് പൂർത്തിയാക്കിയ യുവാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ്. പദ്ധതി പ്രകാരം 12ാം ക്ലാസ് പൂർത്തിയാക്കിയ യുവാക്കൾക്ക് പ്രതിമാസം 6000 രൂപ ലഭിക്കും. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിവിധ ജനവിഭാഗങ്ങളെ പങ്കാളികളാക്കാനുള്ള ശ്രമമാണ് സർക്കാരിന്റെ ഈ നീക്കം. ഡിപ്ലോമക്കാർക്ക് പ്രതിമാസം 8000 രൂപയും ബിരുദധാരികൾക്ക് പ്രതിമാസം 10000 രൂപയും ലഭിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും സർക്കാർ വേർതിരിച്ച് കാണുന്നില്ലെന്നും പെൺകുട്ടികൾക്കായി മാജി ലഡ്കി ബഹിൻ യോജന തുടങ്ങിയതിന് പിന്നാലെ ആൺകുട്ടികൾക്കായി ലഡ്ലാഭായ് യോജന നടപ്പാക്കുകയാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയെക്കുറിച്ച് പ്രതിപക്ഷം പലപ്പോഴും ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. ഷിൻഡെ സർക്കാരിന്റെ ധനസഹായ പദ്ധതി ഈ പ്രശ്നങ്ങളെ നേരിട്ട് അഭിസംബോധന ചെയ്യാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. മഹാരാഷ്ട്ര നിയമസഭയുടെ മൺസൂൺ സെക്ഷനിൽ ലാഡ്ലി ബഹ്ന യോജന അവതരിപ്പിച്ചതിന് പിന്നാലെയാണ് ഈ പ്രഖ്യാപനമുണ്ടായത്. സംസ്ഥാന ബജറ്റ് അസംബ്ലിയിൽ ഉപമുഖ്യമന്ത്രി അജിത് പവാറാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. പവാർ പ്രഖ്യാപിച്ച പദ്ധതി 21 വയസ്സ് മുതൽ 60 വയസ്സിനിടയിൽ പ്രായമുള്ള വിവാഹിതരും വിവാഹമോചിതരും നിരാലംബരുമായ സ്ത്രീകളെ കേന്ദ്രീകരിച്ചാണ്. അവർക്ക് പ്രതിമാസം 1500 രൂപ സഹായം ലഭിക്കും. പിന്നീട് മുഖ്യമന്ത്രി ഷിൻഡെയുടെ പ്രഖ്യാപനത്തെ തുടർന്ന് പ്രായപരിധി 65 ഉയർത്തി. ജൂലൈ മുതൽ നടപ്പാക്കുന്ന പദ്ധതിക്കായി പ്രതിവർഷം 46000 കോടി രൂപ ലഭ്യമാക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. തൊഴിലില്ലായ്മ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ചരിത്രപരമായ ചുവടുവയ്പ്പാണ് അപ്രന്റീസ്ഷിപ്പിനുള്ള സാമ്പത്തിക സഹായമെന്നാണ് മുഖ്യമന്ത്രി ഷിൻഡെ ഊന്നിപ്പറഞ്ഞത്. ഒരേ സമയം പ്രായോഗിക തൊഴിൽ പരിചയവും സാമ്പത്തിക പിന്തുണയും നൽകാനാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത്. അതേസമയം തൊഴിലില്ലായ്മയിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ദിവസങ്ങൾക്ക് മുൻപെത്തിയതും ശ്രദ്ധേയമായിരുന്നു. തൊഴിലില്ലായ്മ മൂലം രാജ്യത്തെ യുവാക്കൾ പൂർണ്ണമായും നിരാശയിലാണെന്നും അവരുടെ ഭാവി അനിശ്ചിതത്വത്തിലാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു. BJP സർക്കാരിന്റെ വിദ്യാഭ്യാസ വിരുദ്ധ മനോഭാവമാണ് ഇതിന് കാരണമെന്നും രാഹുൽ പറഞ്ഞിരുന്നു. ഈ വർഷം IIT-യിൽ നിന്ന് ബിരുദം നേടിയ എഞ്ചിനീയർമാരുടെ ശമ്പളം നിയമനത്തിലെ മാന്ദ്യം മൂലം ഗണ്യമായി ഇടിഞ്ഞുവെന്ന് അവകാശപ്പെടുന്ന ഒരു മാധ്യമ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് മുൻ കോൺഗ്രസ് മേധാവിയുടെ ഈ പടയൊരുക്കം. നിയമന മാന്ദ്യത്തിലും തൊഴിലില്ലായ്മയിലും കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത നിലപാടാണ് രാഹുൽ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ന് യുവാക്കൾ തൊഴിലില്ലായ്മ കാരണം പൂർണ്ണമായും നിരാശരാണ്. രക്ഷിതാക്കൾ പ്രൊഫഷണൽ വിദ്യാഭ്യാസം നേടാൻ ലക്ഷങ്ങൾ ചിലവഴിക്കുന്നു. വിദ്യാർത്ഥികൾ ഉയർന്ന പലിശയ്ക്ക് വായ്പയെടുത്ത് പഠിക്കാൻ നിർബന്ധിതരാകുന്നു. പിന്നെ ജോലിയോ സാധാരണ വരുമാനമോ ലഭിക്കാത്തത് അവരുടെ സാമ്പത്തിക നിലയെ ബാധിക്കുകയാണെന്ന് മോദിയുടെ ചെയ്തികളെ ചൂണ്ടിക്കാട്ടി രാഹുൽ തുറന്നടിച്ചിരുന്നു.